ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റായിട്ട് കേൾക്കുന്ന സമയത്ത് ചിലവർക്ക്, എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, ചിലവർക്ക് അയ്യോ ഇത് എന്തൊരു റെസിപ്പിയാണെന്ന് ചിന്തിക്കാം. പക്ഷേ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമുക്ക് പഴംപൊരിയും ബീഫും കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ വേറൊരു വേർഷനാണ്, വേറൊരു സ്റ്റൈലിൽ. അത് തന്നെ സംഭവം, പക്ഷേ വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ബീഫ് വിത്ത് കോയിൻസ് എന്ന് പറയും. അപ്പം നമുക്ക് ആ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലൂടെ നെയ്യും കൂടി ഉണ്ടാകുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചതച്ചതും, പിന്നീട് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നല്ല പഴുത്ത് ചൊകാന്നിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം, അത്യാവശ്യം വേണ്ടുന്ന പൊടികളെല്ലാം, അതായത് ഉപ്പിട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാലപ്പൊടി, നമ്മുടെ എന്താ പറയുക, കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് എരിവിന് ആവശ്യമായതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട്, വെറും 2 ടീസ്പൂൺ വെള്ളം മതി. ബാക്കിയൊക്കെ ആ സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നും ബീഫിൽ നിന്നും ഒക്കെ ഒന്ന് വെള്ളം ഇറങ്ങി വെന്ത് വരുമ്പം ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു ഫസ്റ്റ് വിസിൽ വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതിന് ശേഷം ഒരു 5-8 വിസിൽ വരെ ലോ ഫ്ലെയിം, അതായത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വിസിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിൽ പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. അപ്പം ബീഫാണ്, അത്യാവശ്യം വേവുണ്ടാവും. അപ്പോൾ അതവിടുന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമുക്ക് പഴം പൊരിച്ചെടുക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി മാറ്റിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല കട്ടിയുള്ള ബാറ്റർ, നമ്മളിങ്ങനെ പഴം ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ ആ പഴത്തിൻ്റെ മുകളിൽ ഈ പൊടി ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കണം. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറുത്ത എള്ളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. വലിയ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി. എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടിയിലൊന്ന് കലക്കിയെടുക്കണം. വെള്ളം കൂടിപ്പോരുത്, അപ്പോൾ നമ്മൾ പഴം പൊരിച്ചെടുക്കുന്ന സമയത്ത് റെഡി ആവത്തില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് കലക്കിയെടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, കൂടിപ്പോരുത്. കണ്ടോ, കലക്കിയിട്ട് ഈ ഒരു കട്ടിക്ക് വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് 2 പഴം, നല്ല വലിപ്പത്തിലുള്ള പഴമാണ്, നല്ല അത്യാവശ്യം പഴുത്ത പഴമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാൻ വട്ടത്തിലിങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ ബീഫ് കോയിൻസാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു റൗണ്ട് ഷേപ്പിൽ മതി. എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുക. നന്ന ചെറിയ പഴമാണെങ്കിൽ നിങ്ങൾ 3-4 പഴമൊക്കെ എടുത്തു കേട്ടോ. അതിൽ ചെയ്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി കുറഞ്ഞു പോകണ്ട. അപ്പം മുഴുവനായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പ്ലീസ് ചെയ്തിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതൊന്ന് നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ബാറ്ററിലേക്ക് ഇങ്ങനെ പഴം ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വശവും മറച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണം. എല്ലാ പഴവും നിങ്ങളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റ് ഒരു 7-8 വിസിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ആ വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളമൊന്നുമില്ല. അത്യാവശ്യത്തിന് ആ സവാളയുടെയും ഉള്ളിയുടെയും ബീഫിൻ്റെ ഒക്കെ വെള്ളം മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കാം. ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഏറ്റവും സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ മുകളിൽ ഇത്തിരി മല്ലിയില കൂടെ വിതറി കൊടുക്കുക കേട്ടോ. വിതറി കൊടുത്തിട്ട് കുറച്ചും കൂടി ഒരു വെള്ളം, അതിൻ്റെ സവാളയുടെയും ബീഫിൻ്റെ ഒക്കെ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കട്ടിക്ക് മതിയെങ്കിൽ ഇത് മതി കേട്ടോ. വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കിതിൽ ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഗരം മസാലപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ബീഫിൻ്റെ ഒപ്പം ആ ഗരം മസാല വരുമ്പോൾ, കുരുമുളകൊക്കെ വരുമ്പോൾ വേറെ തന്നെ ഒരു ലെവലാട്ടോ. വെളിച്ചെണ്ണയിൽ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. പക്ഷെ നമ്മളിത് വിറകടുപ്പിൽ വെച്ച് ചെയ്യണം.
എന്നാലാണ് ഒന്നും കൂടെ ടേസ്റ്റ്. പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ ഗ്യാസിൽ വെച്ചാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് താളിച്ചൊഴിക്കണം ഇതിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഴം പൊരിച്ച ആ വെളിച്ചെണ്ണയിൽ ഇത്തിരി വെളിച്ചെണ്ണ ആ പാനിൽ ഒഴിച്ചിട്ട് അത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്, അത് വട്ടത്തിലരിഞ്ഞ്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് നേരെ ബ്രൗൺ കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കോയിൻസൊക്കെ ഈ ബീഫ് കറിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഇപ്പം ഏറ്റവും സിമ്മിലാണുള്ളത്. നോക്കുക, നന്നായിട്ട് വറ്റിപ്പോകരുത്. ആ ഒരു നമ്മുടെ ആ കോയിൻസിൽ ആ കറിയൊക്കെ ഒന്ന് എന്താ പറയുക, കവറായിട്ട് വരണം. ആ ഒരു രീതിയിലായിരിക്കണം. വെള്ളം കൂടിപ്പോവാനും പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ താളിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുക. ഒരു ഇച്ചിരി, അതായത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. ആ വെളിച്ചെണ്ണയുടെയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. പെട്ടെന്ന് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ടൊരു കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും. 1 മിനിറ്റെങ്കിലും നിങ്ങൾ അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല ആവി വറക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക. ലൈറ്റൊരു മധുരവും ഒരു ചെറിയൊരു എരിവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.